ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ. എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ്, മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു. പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ, മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ. പ്രസിംഗ്, ലാമിനേഷൻ, കട്ടിംഗ്, എഡ്ജ് ബാൻഡ്, മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ്, സോമിൽ, ഫർണിച്ചർ മാനുഫാക്ചറിംഗ്, ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഇന്റീരിയർ ചെയ്യുന്നവർക്ക് 3D ഡ്രോയിങ്ങും, ജോബ് വർക്ക് തരുന്നവർക്ക് കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ ഡ്രോയിങ്ങും സൗജന്യമായി ചെയ്തു നൽകുന്നു. നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്യാൻ കഴിയുമെന്നത് എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത. എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ്, മുഗാരിക്കുന്ന, ചേലക്കര. ഫോൺ 6282853606. ചാലുശ്ശേരിയിൽ വൻ തീപിടുത്തമുണ്ടായ സംഭവം 3 വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. പട്ടാമ്പി, കുന്നംകുളം ഭാഗങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം. സ്റ്റേഷനറി കട, പച്ചക്കറി കട തുടങ്ങിയവ ഉൾപ്പെടെ 3 സ്ഥാപനങ്ങൾ പൂർണ്ണമായി കത്തിയ നിലയിലാണുള്ളത്. കടയുടമകൾ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയതിനു ശേഷമാണ് തീപിടുത്തമുണ്ടായത്. പട്ടാമ്പി, കുന്നംകുളം ഭാഗങ്ങളിൽ നിന്നെത്തിയ അഗ്നിശമന സേനാ അംഗങ്ങളുടെയും ചാലിശ്ശേരി പോലീസിന്റെയും നേതൃത്വത്തിൽ തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കത്തിയമർന്ന വ്യാപാര സ്ഥാപനങ്ങൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ സന്ദർശിക്കുകയും പുനരധിവാസത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ KVVES യൂണിറ്റ് നേതൃത്വത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മുഴുവൻ വ്യാപാരികളെയും അവരെ എത്രയും വേഗം വ്യാപാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ കത്തിനശിച്ചിട്ടുള്ള ഈ സ്ഥാപനം അത് പുതുക്കിപ്പണിത് പ്രവർത്തനയോഗ്യമാകുന്നതിനെടുക്കുന്ന കാലതാമസം, ആ കാലതാമസത്തും വരെ ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇവർക്ക് സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ആലോചനയാണ് ഞങ്ങൾ നടത്തുന്നത്. നാളെ വൈകുന്നേരത്തോടു കൂടി അതിൽ വ്യക്തമായ ഒരു തീരുമാനമുണ്ടാക്കി ഈ നഷ്ടം വന്ന, കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്ന ഈ വ്യാപാരികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ എത്രയും വേഗം വ്യാപാരത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു തീരുമാനമാണ് ഈ കാര്യത്തിൽ സംഘടനാപരമായി ഞങ്ങൾക്കുള്ളത്. അത്തരം ഒരു തീരുമാനം നടപ്പിലാക്കാൻ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഈ 5 പേരെയും വ്യാപാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ സ്ഥാപനങ്ങളെ പ്രവർത്തന രംഗത്ത് സജീവമാക്കുക എന്ന ഒരു തീരുമാനമാണ് ഇതിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അവരെ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ മാനസിക പ്രയാസത്തിൽ നിന്ന്, അവരനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ നൽകുന്ന ആദ്യത്തെ പരിഗണന. ബാബു കോട്ടയിലിനോടൊപ്പം യൂണിറ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് TK ഷക്കീർ, തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ, ട്രഷറർ AK അബൂബക്കർ, സംസ്ഥാന കൌൺസിലർ ഷമീർ വൈക്കത്ത്, ചാലിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി, സെക്രട്ടറി PI ഷബീർ, ട്രഷറർ ബിനോയ് ഡേവിഡ്, ആറങ്ങോട്ടുകര യൂണിറ്റ് കോർഡിനേറ്റർ അഷ്റഫ് ദേശമംഗലം, E സുരേഷ്, മറ്റ് വ്യാപാരി നേതാക്കൾ തുടങ്ങിയവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം, തോന്നൂർക്കര. ഫോൺ 9447 062266.